അയ്യോ വണക്കം. ജെൻസികളെ കയ്യിലെടുക്കാനായി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ തങ്ക കട്ടി, നമ്മുടെ തങ്ക കമ്പി ഇറങ്ങിയിട്ടുണ്ട്. ഛാത്രോം കി ഗൂഞ്ച് എന്ന് പറഞ്ഞൊരു പരിപാടിയുമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇറങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതുതന്നെയാണ്, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ ഗതി എന്നാണ് പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരവും ബുദ്ധിയും ബോധമുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും സുഡാപ്പികൾക്കും രാഹുൽ ഗാന്ധി അപ്പോഴും ബാഹുബലിയാണ്. അവർ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്നത് ഈ മനുഷ്യനെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റും, ഇന്ത്യ മാറുന്നുണ്ട്, അതിൻ്റെ കാറ്റ് വീശുന്നില്ലേ, ഉണ്ടുണ്ട്, ചെറുതായിട്ട് വീശുന്നുണ്ട്, എനിക്ക് കടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ കിടന്ന് തള്ളിമറിക്കുന്നതും നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. തീയാളി രാഹുൽ എന്ന് പറഞ്ഞ ക്യാപ്ഷന് ശേഷം നമ്മുടെ മനോരമ രാഹുൽ ഗാന്ധി കിട്ടുകൊടുത്തിരിക്കുന്ന പുതിയ ക്യാപ്ഷനാണ് മിന്നൽ രാഹുൽ. മിന്നൽ അടിച്ചതുപോലെ രാഹുൽ ഗാന്ധി ഇതാ വരികയാണ് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും താഴെ ഇറക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള അട്ടഹാസമാണ്, ആക്രോശമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല ആൾക്കാരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് പല ആൾക്കാരും പറയുന്നത് നമ്മുടെ രാജ്യത്ത് സ്വസ്ഥമായിട്ട് ഇപ്പോൾ ജീവിക്കാൻ പറ്റുന്നില്ല, എന്താണ് നിനക്ക് സ്വസ്ഥത ഇല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും രാജ്യമെമ്പാടും സ്പ്ലിറ്റായിപ്പോയി. അതായത് രാജ്യത്ത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, സിഖ്, ജൂതൻ ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ളൊരു സ്പ്ലിറ്റ് പല ഭാഗത്തും ഉണ്ടായിരിക്കുകയാണ്. അതിന് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ല. നിൻ്റെ വീട്ടിലെന്തെങ്കിലും എൻ്റെ വീട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ, പക്ഷേ രാജ്യത്ത് അങ്ങനെ സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവന്മാർ പറയുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ വയ്യാത്തൊരു രാജ്യമായി മാറി. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ആ പഴയ ഇന്ത്യയിലേക്ക് നമുക്ക് പോകണം. മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്നപ്പോൾ ഉള്ള, അതായത് ഒരു ദിവസം 5-6 സ്ഫോടനങ്ങളാണ് പല സ്ഥലങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല. പിന്നെ അന്ന് ഈ സോഷ്യൽ മീഡിയ ഇല്ലല്ലോ. ഇപ്പോഴത്തെ യഥാർത്ഥ പ്രശ്നമെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കുഴപ്പം ജനാധിപത്യമാണ്. അതിനകത്ത് ഏത് മണ്ടനും അഭിപ്രായം പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആൾക്കാർ അവരവരുടെ തോട്ട്സ് പലപ്പോഴായി എഴുതിയിടുന്നു. സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ചായക്കടയിൽ നിന്ന് വർഗീയതകുമാർ പറഞ്ഞു പരത്തും, അത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയ വന്നപ്പോൾ സോഷ്യൽ മീഡിയയ്ക്കകത്തായി വർഗീയത എന്നുള്ളത് വേറൊരു കാര്യം. RSS ഉണ്ടാകുന്നതിന് മുമ്പും ഇവിടെ വർഗീയതയുണ്ട്, RSS വന്നു കഴിഞ്ഞ ശേഷവും ഇവിടെ വർഗീയതയുണ്ട്. അപ്പോഴും ജനങ്ങൾ വോട്ട് കുത്തുന്നത് മെറിറ്റ് നോക്കിയിട്ടാണ്. അതായത് ഒരാൾ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ജനങ്ങൾ വോട്ട് കുത്തുന്നത്. അതാണ് ഡെമോക്രസി. അത് വേറെ സംഭവം, ഇത് വേറെ സംഭവം. എന്തായിരുന്നാലും രാഹുൽ ഗാന്ധി ഈ ഛാത്രോം കി ഗൂഞ്ച് എന്ന് പറഞ്ഞ പരിപാടി നടത്തിയപ്പോൾ ഉണ്ടായ ഒരു വലിയൊരു വിവാദം, അത് മനുസ്മൃതിയെ ചൊല്ലിയുള്ള ഒരു വിവാദമാണ്. രാഹുൽ ഗാന്ധിയോട് അവിടെയുള്ള ഒരു പെൺകുട്ടി വന്ന് പറയുകയാണ്, എന്നെ സ്കാർഫ് ധരിക്കാൻ നിർബന്ധിക്കുകയാണ്, തലയിൽ മറ്റേ തുണിയൊക്കെ കെട്ടിക്കൊണ്ടു പോകാൻ പറയുകയാണ്, എൻ്റെ പുറത്തിറങ്ങാൻ വയ്യ, ഇവിടെ മാതാപിതാക്കളെ ഞാൻ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ജെൻസി കുട്ടിയാണ് വന്ന് പറയുകയാണ്, മാതാപിതാക്കളെ ഞാൻ നിയന്ത്രിക്കുകയാണ്, എനിക്ക് വയ്യ, ഇത് മാതാപിതാക്കളെ ഭയങ്കര സംഭവം തന്നെ, ഇത് മനുസ്മൃതി തന്നെ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ചാടി ഇറങ്ങുകയാണ്. ഇത് പെൺകുട്ടികളെ മുഴുവനായിട്ട് ഇങ്ങനെ പിടിച്ചു കിട്ടിയിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇത് മനുസ്മൃതി. അമ്മച്ചിയാണ് ഈ മനുസ്മൃതി എന്ന് പറയുന്ന ബുക്ക് ഇവിടെയുള്ള ഒരു ഹിന്ദുക്കൾ പോലും കണ്ടിട്ട് പോലും ഇല്ല. അമ്മച്ചിയാണ്, ഞാൻ കണ്ടിട്ടില്ല ഈ സാധനം, മനുസ്മൃതി എന്ന് പറയുന്ന സാധനം. അതിനകത്തുള്ളൊരു വാക്കെടുത്ത് വെച്ചുകൊണ്ട് മറ്റേ സ്ത്രീകൾ, ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പഠിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഗ്രന്ഥമുണ്ടോ, ഈ ഗ്രന്ഥം എഴുതിയിട്ടുണ്ടോ, ഇത് എഴുതിയത് ആരാണ്, ഈ ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെയാണോ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പഠിക്കാനുള്ളൊരു ശ്രമം നടത്താം. അപ്പം നമുക്കറിയാമല്ലോ, ഒരു കാര്യവും നമ്മൾ പഠിക്കാതെ ചാടി ഇറങ്ങി ഇതാണെന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഇതുവരെ അവന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനുസ്മൃതി ഇങ്ങനെയാണ് എന്നുള്ളതാണ്. ഞാൻ കണ്ടിട്ടില്ല ഈ സാധനം. അങ്ങനെ രാഹുൽ ഗാന്ധി ചാടി ഇറങ്ങി. അപ്പോൾ രാഹുൽ ഗാന്ധി ചാടി ഇറങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ മനുസ്മൃതി നടത്തുന്ന കടന്നുകയറ്റം, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് ഹിജാബ് ഇട്ടൊരു പെൺകുട്ടി നിസ്സഹായയായി ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ആ പെൺകുട്ടിയും പറയുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ മതത്തിലെ യാഥാസ്ഥിതികമായിട്ടുള്ള പല കാര്യങ്ങളും. രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. രാഹുൽ ഗാന്ധി ജാർഖണ്ഡിലോട്ട് തിരിഞ്ഞു നോക്കാത്തതുപോലെ ഈ പെൺകുട്ടിയുടെ നേർക്ക് രാഹുൽ ഗാന്ധി മുഖം പോലും തിരിക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. നമുക്ക് നടത്തി കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും ക്ലിയർ ആയിട്ട് നടത്തി കൊടുക്കണം. അവിടെ രാഹുൽ ഗാന്ധി മാസാവാൻ വന്ന് ആസായി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഛാത്രോം കി ഗുഞ്ചിൽ നടന്നൊരു വിഷയമാണ്. ഈ ഛാത്രോം കി ഗുഞ്ചിൽ ഈ രാഹുൽ ഗാന്ധി അറിയാലോ, സ്പൂൺ ഫീഡിങ് അമൂൽ ബേബിയാണ്. ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഈ അവതാരകൻ പറയുന്നുണ്ട്, ഇത് വേറെ ഭാഷയൊക്കെ വേറെയാണ്, പിള്ളേരെ കയ്യിലെടുക്കണമെങ്കിൽ ഞാൻ ഇപ്പം പൂനെ ഭാഷയിൽ 2-3 വാക്കുകളൊക്കെ പറഞ്ഞു തരാം. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ സാറിനോട് ചോദിക്കും, സാറേ ഈ പൂനെ ഭാഷയിൽ സാറിന് എന്തെങ്കിലും അറിയാമോ, ഇവിടെ വന്നിരിക്കുകയില്ലേ? അപ്പോൾ സാറ് പറയണം, അറിയാത്തതുപോലെ പറഞ്ഞാൽ, ഓ യെസ്, പൂനെ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് മറ്റേ സരോജ് കുമാർ പറയുന്നത് പോലെ ദുബായിൽ SSLC പഠിച്ച് എൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് പോലെ. പിന്നെ പൂനെ എന്ന് പറഞ്ഞാൽ ഞാൻ ഓടി നടന്ന സ്ഥലമാണ്, ഇവിടെ നിന്ന് വാക്കുകൾ എൻ്റെ വായിക്കൂടെ ഒഴുകുമെന്ന് പറഞ്ഞ് ഞാൻ ഒരു വാക്ക് പറഞ്ഞില്ല, അത് സാറ് പറയണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. കഷ്ടകാലത്തിന് മൈക്ക് ഓണായിരുന്നു.
ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ജെൻസി പിള്ളേരെ നോക്കൂ, രാഹുൽ ഗാന്ധിക്ക് പൂനെ എന്ന് പറയുന്ന ഈ സ്ഥലം അന്യമല്ല. രാഹുൽ ഗാന്ധി കൊച്ചിലെ മുതൽ ഓടി നടന്നതും ചാടി നടന്നതും എല്ലാം പൂനെയിലാണ്. നെഹ്റുവിൻ്റെ അല്ലെങ്കിൽ വേണ്ട, രാജീവ് ഗാന്ധിയുടെ കൈ പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പൂനെയുടെ ഓരോ കോനയിലും രാഹുൽ ഗാന്ധി അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അലഞ്ഞു തിരിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം അദ്ദേഹം ജനിച്ചത് തന്നെ വലിയൊരു കുടുംബത്തിലാണ്. എങ്കിലും പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി അദ്ദേഹം ഇങ്ങ് അടിത്തട്ടിൽ ഇറങ്ങി വന്ന് പൂനെയുടെ കോനെ തക്കിൽ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടന്നു എന്നാണ് ഇവൻ പറയുന്നത്. അതിനുശേഷം രാഹുൽ ഗാന്ധിയോട് അവൻ പൂനെ ഭാഷയിൽ എന്തിനു ചോദിക്കും, രാഹുൽ ഗാന്ധി പൂനെയിൽ എന്തിനാണ് വിളിച്ച് പറയുന്നു? പൂനെയിലാണോ മറാഠിയിലാണോ? ആ സ്ഥലം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും വീഡിയോ കാണാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. And I say Pune Manje Prem. You have to all say. We'll just do it. Okay, and now, girls, सुनो, सर पुणे में आए हैं, तो पुणे वालों के लिए भी तो कुछ खास मैसेज सर. Pune Manje Prem. Thank you. पुणे मंजे प्रेम. पुणे मंजे प्रेम. क्या बात है. थोड़ी और पुणे आवाज हो मंजे जाए. प्रेम. पुणे मंजे प्रेम. Pune Manje Prem. Love you all. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ദുർഗതി എന്ന് പറയുന്നത്. അതിനെക്കാട്ടിലും എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഗതികെട്ടവ ആരെങ്കിലും ഉണ്ടാവും ഈശ്വര എന്ന് പറയുന്നത് പോലെ അതിനെക്കാട്ടിലും വലിയൊരു വാർത്ത വന്നിരിക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ്. ദേശീയ മാധ്യമങ്ങളടക്കം ഇത് വാർത്തയാക്കി എടുക്കുന്നുമുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ, ഒരു പെൺകുട്ടി ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവളെ നല്ലപോലെ നോക്കാൻ ശേഷിയുള്ള, ശമ്പളം നല്ല കൂടുതലുള്ള ഒരു വരനെയായിരിക്കുമല്ലോ ആ പെൺകുട്ടി കല്യാണം കഴിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്ന് വരുന്ന വാർത്ത, 40 ലക്ഷം രൂപയാണ് ശമ്പളം. അവൻ്റെ ഒരു യുവാവ്, അവന് 40 ലക്ഷം രൂപയോ ശമ്പളം ഉണ്ട്. അവനെ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാനായിട്ട് ആലോചിച്ച് വരുന്നു. ആ പെൺകുട്ടി ഇവനുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം ഈ കിഴങ്ങനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു. ഇതാണ് സംഭവിച്ചത്. ഈ യുവാവിൻ്റെ റോൾ മോഡൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണെന്ന ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ പെൺകുട്ടി വിവാഹത്തിൽ നിന്നും പിന്മാറിയത്. ആരായാലും പിന്മാറിപ്പോവും. പരാജിതൻ എന്ന് താൻ കരുതുന്ന രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ പ്രചോദനമാണെങ്കിൽ തൻ്റെ ഭാവി എങ്ങനെയായിരിക്കും? അതായത് ഇവനെ പോലെയുള്ളവനൊക്കെയാണ് ഇവൻ്റെ പ്രചോദനം. അപ്പോൾ ഇവനെ കെട്ടിയ എൻ്റെ അവസ്ഥ എന്താവും എന്ന് ആ പെൺകുട്ടി ചിന്തിച്ചതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ആ പെൺകുട്ടിയുടെ ഭാവി ശോഭനമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ തൻ്റെ റോൾ മോഡൽ രാഹുൽ ഗാന്ധിയാണെന്നാണ് ഈ യുവാവ് രേഖപ്പെടുത്തിയത് പെൺകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനെ തുടർന്ന് പ്രതിപക്ഷം 40 ലക്ഷം രൂപ വരുമാനമുള്ള യുവാവിൻ്റെ വിവാഹ അഭ്യർത്ഥന കർണാടകയിലെ ആ പെൺകുട്ടി നിരസിക്കുകയായിരുന്നു. ആരൂഹി റെഡ്ഡി എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. ഇവരുടെ പോസ്റ്റ് വൈറലാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. യഥാർത്ഥത്തിൽ ഇത് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു വാർത്തയാണ്. ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വാർത്ത എന്ന് പറയുന്നത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലും വലിയ ഗതികെട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ കർത്താവ്. എന്തായാലും രാഹുൽ ഗാന്ധിയെ നോക്കിക്കൊണ്ട് സത്യം പറഞ്ഞാൽ ഇത് മൊത്തം ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നാണ്. അതിൻ്റെ ഇടയിൽ മറ്റേ വേട്ടാവളിയുണ്ട്. സ്കൂൾ ടീക്കരോ എന്ന് പറഞ്ഞ് ഓരോ സ്കൂളുകളിലായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കോൺക്ലേവിൽ യുവമാരെ 3 പേരെയും പിടിച്ചിരുത്തി. അഭിജിത്ത് ദീപ്കയെയും മറ്റേ സൗരഭ് ദാസിനെയും അശുതോഷ് റംഗയെയും പിടിച്ചിരുത്തിയിട്ട് ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവ ഒറ്റയടിക്കുക അരവിന്ദ് കെജ്രിവാൾ. അപ്പം അപ്പുറത്ത് പിണറായി വിജയൻ, മറ്റേ പ്രദേശ് സ്റ്റാലിൻ 3 പേരാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരാണെന്ന് അവന്മാർ പറഞ്ഞു. അതിനുശേഷം ചോദിച്ചു, നിങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമേ സ്കൂൾ ടീക്കരയുമായിട്ട് പോവുകയുള്ളൂ, അല്ലെങ്കിൽ വേറെ സംസ്ഥാനങ്ങളൊക്കെ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ അവന്മാർ പറയുന്നത് വേറെ സംസ്ഥാനങ്ങളിൽ പോകാൻ പറ്റില്ല, ടൈഫോയിഡാണ് എനിക്ക്, പക്ഷേ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോകാം, അവിടെ എനിക്ക് ടൈഫോയിഡ് ഇല്ല എന്നാണ് അവന്മാർ പറഞ്ഞ് അതായത് ഒരു സ്കൂളിൽ പോകുമ്പോൾ ആ സ്കൂളിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് കാണിക്കുക എന്നുള്ളതാണ്. സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറഞ്ഞ അവന്മാരെ പേജിലിട്ടിരിക്കുന്നത് ഒരു ക്ലാസ് റൂം നമ്മുടെ എല്ലാ സ്കൂളിലും കാണും. ഞാനിവിടെ തിരുവനന്തപുരത്ത് തൈക്കാട് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ആ സ്കൂളിൻ്റെ മൂത്രപ്പുരയൊക്കെ എടുത്ത് അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ എടുത്തിട്ട് കഴിഞ്ഞാലും, കമ്മ്യൂണിസ്റ്റ് കേരളമാണല്ലോ, എടുത്തിട്ട് കഴിഞ്ഞാൽ പെറ്റതള്ള സഹിക്കൂല. പോരാത്തതിന് അന്ന് സ്കൂളിൽ മതിൽ ചാടിയൊക്കെയാണ്, മതിൽ ചാടിയാണ് അപ്പുറത്തോട്ട് ഇറങ്ങി പോകുന്നത്. ഇപ്പം മതിലൊക്കെ നവീകരിച്ച് വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ആ സ്കൂളിൽ പല ക്ലാസ് റൂമുകളിലും ഗോഡൗൺ, അതായത് ഒഴിഞ്ഞ ക്ലാസ് റൂമുകളായിട്ട് ബെഞ്ചും ഡെസ്കും കൊണ്ട് ഡംപ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്, അത് പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു ക്ലാസ്സിലോട്ട് കയറി ചെന്നിട്ട് ഇവൻ പറയുകയാണ് ഇതാണോ സ്മാർട്ട് ക്ലാസ് റൂം. ഒരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ ആണെങ്കിൽ ഒന്നും പറയാനില്ല.
സമയമല്ല. അപ്പോൾ ഈ ഓടി കക്കൂസിൽ പോയി. ഈ കക്കൂസിനൊരു പ്രത്യേകതയുണ്ട്, സ്കൂളുകളിലെ നല്ല എല്ലാ കക്കൂസും. അതിപ്പോൾ എവിടത്തെ കക്കൂസ് എടുത്താലും, സിനിമാ തിയേറ്ററിലെ കക്കൂസ് എടുത്താലും അങ്ങനെ തന്നെ. കക്കൂസിൽ പോകുമ്പം അവിടെ എവിടെയെങ്കിലുമൊക്കെ കറയും മറ്റതും മറിച്ചതും സ്മെല്ലൊക്കെ കാണും, ഉറപ്പായിട്ടും കാണും. അപ്പോൾ കക്കൂസിൽ ഓടിപ്പോയപ്പോൾ കക്കൂസും കുഴപ്പമില്ല, കക്കൂസൊക്കെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടേക്കും. ഉടനെ അവൻ എന്ത് ചെയ്തു, ആ പെയിൻ്റ് അങ്ങ് ചുരണ്ടിയിട്ട് അവൻ പറയണം, ഓ കെമിക്കൽ, ഈ കെമിക്കൽ കലണ്ട പെയിൻ്റുള്ള ഈ കക്കൂസിലാണോ കുട്ടികൾ മലമൂത്ര വിസർജനം നടത്തുന്നതെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ആടി പൊടിക്കുന്നുണ്ട്. ഇപ്പോൾ അവന്മാരെല്ലാം കൂടെ സെപ്റ്റംബർ 5 ഇപ്പോൾ ബ്രിക്സ് സമ്മേളനം നടക്കാൻ പോവുകയാണ് സെപ്റ്റംബർ 12. അത് ലക്ഷ്യമാക്കി സെപ്റ്റംബർ 5 അവന്മാർ വലിയ മാർച്ച് നടത്തുമെന്ന് പറഞ്ഞ് പ്രസ്താവന നടത്തി. നീ വാടാ, നീ വരണം, നിന്നെ കൈ കിട്ടാൻ കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നേരത്തെ നീ സോനം വാങ്ചുക്കിനെ വെച്ച് കളിച്ച്, ഇനി അങ്ങനെ ഒരു പ്രതീക്ഷിക്കില്ല. എനിക്ക് തോന്നുന്നത് ഇവൻ വരില്ല, അടി കിട്ടും എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻ വരില്ല. ഇവൻ്റെ ആൾക്കാരെ ഇറക്കി ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഇവൻ അന്ന് ടൈഫോയിഡ് ആണെന്നാ അല്ലെങ്കിൽ കുഞ്ഞമ്മേരെ മോനെ എലിപ്പനി എന്നൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങ് മുങ്ങിക്കളയും. അങ്ങനത്തെ ഒരു തൊടു ന്യായങ്ങളാണ് പറഞ്ഞിങ്ങനെ മുങ്ങിക്കളയുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിലുള്ളൊരു ഈ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ വെച്ചിട്ട് നരേന്ദ്രമോദിക്കെതിരെ ഏത് മുള്ളുമുരിക്കും മൂർഖം പാമ്പിനെ കിട്ടിയാലും ഇവിടെ അവന്മാരെടുത്ത് തലയിൽ വയ്ക്കുക. അവൻ കിഴങ്ങനാണ്, ആ മണ്ണുണ്ണിയാണ് എന്നൊന്നും അവന്മാർക്ക് അറിയണ്ട, എടുത്ത് തലയിൽ അവന്മാരങ്ങ് വെച്ചോളൂ. മോദി അനുകൂലിച്ച് പറയുന്നവനാണെങ്കിൽ അവന്മാരെ എടുത്ത് അവന്മാർ തറടിക്കുകയും ചെയ്യും. അതാണ് കേരളത്തിലൊരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെയാണ്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ കഥ പോകുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ അഭിജിത്ത് ദീപ്കെ അങ്ങോട്ട് കിടന്ന് വലിക്കുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ അരവിന്ദ് കെജ്രിവാൾ ഇങ്ങോട്ട് കിടന്ന് ഇന്ത്യ സഖ്യത്തിൽ വലിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കവട്ടം കീറി പോകാതിരിക്കാൻ രാഹുൽ ഗാന്ധി തന്നെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ശരി.